മതമൈത്രിയുടെ കേരള സ്റ്റോറിയായി എറണാകുളം സെൻട്രൽ മുസ്ലിം ജമാഅത്ത് മസ്ജിദിലെ ഇഫ്താർ വിരുന്ന്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെയും കൊട്ടാരത്തിലെയും പ്രതിനിധികൾ പങ്കെടുത്ത വിരുന്നിൽ വെച്ച് ജാതിമത ഭേദമില്ലാതെ ജമാഅത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇമാം അർഷാദ് ബദ്രി പ്രഖ്യാപിച്ചു. അരയൻകാവിലെ മിനി മനോജ് എന്ന സ്ത്രീക്ക് വീട് വെച്ച് നൽകും. സഹായം ചോദിച്ച് യാദൃച്ഛികമായി കഴിഞ്ഞ ദിവസം പള്ളിമുറ്റത്തെത്തിയ മിനിക്ക് വീട് വെച്ച് നൽകാൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. सबको मालूम हो गया ना. हिंदी मालूम नहीं तो बताया, तुमको मालूम है ये सब क्या बोला. മലയാളി ലോക് മലയാളം മനസ്സിലായില്ലേ? ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല ഇവിടെ സഹായിക്കുന്നത്. മുസ്ലിങ്ങളുടെ ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും പരസ്പരം അങ്ങനെ സഹായിക്കുന്നവരാണ് കേരളം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പള്ളിയിൽ എറണാകുളത്ത് വലിയൊരു പള്ളിയിലേക്ക് ഒരു ഹിന്ദു യുവതി കടന്നു വന്നപ്പോൾ യാദൃശ്യമായിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് വീടില്ല, വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ഒറ്റക്കെട്ടായി നിൽക്കുവാണ്. അതാണ്. അപ്പോൾ ये देखने वाला भाई लोगों, यह केरला स्टोरी ऐसा है. ऐसा कोई हिंदू मुसलमान क्रिश्चियन ऐसा झगड़ा करके नहीं, एक करके रखता है. केरला में एर्नाकुलम है ना, यहाँ का बड़ा मस्जिद है, वहाँ एक हिंदू लड़की आया, इसको घर नहीं है, वो बनाने के लिए वो मुसलमान लोग एक करके उसको बनाते देते हैं, है ना. हिंदी सबको मालूम है ना. हमारे हिंदी में कुछ प्रॉब्लम होगा हमको माफ़ करो भाई. यहाँ मुसलमान हिंदू क्रिश्चियन सब ये प्रॉब्लम नहीं है. यहाँ बरोटा खाने में प्रॉब्लम नहीं है, बीफ खाने में प्रॉब्लम नहीं है. यहाँ जाति नहीं है, ये धर्म नहीं है. किसी का धर्म, इसका जाति, इसका नाम कुछ नहीं पूछते हैं. इसको क्या चाहिए उसको देता है. ऐसा है हमारा केरला लोग. बहुत कुछ लोग तुम्हारे गांव में ना, कुछ लोग हमारे झगड़े करके उसको कुछ मिलता है ना, वो लोग हमारे केरला में भी है थोड़ा, पर हम इसको नहीं आसपास नहीं जाता है, इसको बेचता है. और भाई और बहनों, कुछ लोग इसके नीचे कुछ गलत मैसेज लिखा है. कुछ अंध भक्तों ने कुछ कचरा करने के लिए, हिंदू मुसलमान ऐसा वाला कचरा करने के लिए कुछ लोग यहाँ कोशिश करते हैं. वो लोग इसके अंदर कुछ मैसेज डाला है, वो हम मलयालम में बात करें. ഷാമി ഈ മീനി മരിച്ചാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? എവിടെയെങ്കിലും പോട്ടാവേ, ഇവിടെ നമുക്ക് മാക്സിമം സ്വർഗമാക്കാൻ പറ്റുമോ നോക്കട്ടെ. അതൊക്കെ വിശ്വാസികളുടെ വിഷയമല്ല. വിശ്വാസികൾ അങ്ങനെ സ്വർഗവും നരകവും വിചാരിക്കട്ടെ. നീ അതിനകത്ത് ടെൻഷൻ അടിക്കണ്ട. അടുത്ത സുധീർ മോഹൻ, ഇഫ്താർ വിരുന്ന് എങ്ങനെ മൈത്രിയാകും? ബദർ യുദ്ധത്തിൽ പോകുന്ന യോദ്ധാക്കൾക്ക് നൽകുന്ന വിരുന്നാണ് ഇഫ്താർ പാർട്ടി. ഓഹോ, യോദ്ധാക്കൾ ബഹുദൈവ വിശ്വാസികളെയും വിഗ്രഹാരാധകരെയും ഖുറൈശികൾ വധിക്കുവാൻ പോണവരും യുദ്ധത്തിന് പോണവരല്ലേ ഇപ്പോഴും വധിക്കുന്നതാണ്. എടാ നീയൊക്കെ നീ ആ മുസ്ലിം വിരുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാണ്ട് മുസ്ലിങ്ങളായിട്ട് ചേർന്ന് പോകുന്ന നിങ്ങളുടെ നാമമുള്ള ഇതിൽ ആൾക്കാരുടെ പുസ്തകം വായിച്ചു നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. അല്ലാതെ ഈ വെറുപ്പായിട്ടിരുന്ന് ഒന്നിനൊരു തീരുമാനമാവില്ല. മനസ്സിലായോ? വെറുത്തോണ്ടേയിരിക്കുക. നിന്നെയൊക്കെ അതിൽ രക്ഷിക്കണമെങ്കിൽ നീ താഴത്തേക്ക് ഇറങ്ങി. നിൻ്റെയൊക്കെ ചോര ചുമപ്പ് തന്നെയല്ലേ. നിനക്കൊരു ആപത്ത് വന്നാൽ മതം നോക്കിയാണ് ആപത്തിൽ സഹായിക്കണം, അല്ലല്ലോ. മനുഷ്യനായിട്ട് ജീവിക്കുക. ये केरला स्टोरी का 30 करोड़ एपिसोड यहाँ बंद करते हैं. ओके.